ഫൈനലി ഗൈസ് നമുക്ക് ഗോരഖ്പൂരിലെത്തിയിരിക്കുന്നു. ഇവിടുന്ന് സോനാലി ബോർഡറിലേക്ക് നമുക്ക് പോകുന്നു. ഗോരഖ്പൂരിലെത്തി. എൻ്റെ അടുത്ത് തന്നെ, അതായത് അതിരയിൽ വെച്ചിട്ട് പേട് വർഷം വിളിച്ചു റെഡിയായി. നേരെ നേപ്പാൾ ബോർഡറിലേക്ക് സോനാലി ബോർഡർ നേരെ നമുക്ക് അവിടുത്തെ ബോർഡിലേക്ക് ബിരിയാണി കയറി. സോനാലി ബോർഡറിലേക്ക് ടൈം എടുക്കും. ടാക്സി എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പിടാം തന്നെ ഹോട്ടലാണ് കഴിച്ചിട്ട് വരാം. ാണ് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്ത് സിം എടുത്തത്. 350 രൂപയ്ക്ക് അൺലിമിറ്റഡ് റീചാർജ്. ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോൾ നേപ്പാളിലുള്ളത്. നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്നു. ബസ് കയറാൻ വേണ്ടി ഇതൊക്കെയാണ്. ഇവിടെ 1250 രൂപ ആണ് കാഠ്മണ്ഡുവിലേക്ക് ചാർജ് ചെയ്യുന്നത്. അത് നേപ്പാളി പൈസ. AC ആണ് ബസ്. ഏത് ബസ്? സോ നമ്മൾ നേപ്പാൾ ബോർഡറിലാണ് നിൽക്കുന്നത്. മാർക്കറ്റാണ്. ലുംബിനി ബാഗ്മതി അത് വേറൊരു പ്രൊവിൻസിയാണ്. അവിടെ പോകുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് അതിൽ വോട്ടർ ഐ ഡി ഇല്ല. അപ്പോൾ ഞാൻ പാസ്പോർട്ട് വെച്ച് പാസ്പോർട്ട് കാണിച്ചു. നേരെ കയറിക്കോളാൻ പറഞ്ഞു. വേറെ ഫോർമാലിറ്റി ബുക്കും പേപ്പർ എഴുതാനൊന്നുമില്ല. നേരെ ഇങ്ങോട്ട് പോരാ. ചാടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ബസ് ഒന്നും പിടിക്കാൻ പോണില്ല. സോ ബസ്സൊക്കെ കിടപ്പുണ്ട്. ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ചാടിക്കുക. എത്ര അറിയില്ല. നോക്കാം. AC ബസ്സാണ്, കുഴപ്പമില്ല. അതേപോലത്തെ ആ ബാക്കിൽ കിടക്കുന്ന വണ്ടി അതേപോലത്തെ ബസ്സാണ്. 1250 രൂപ കേട്ടോ. 1200 രൂപയാണ്. 50 രൂപ മാരെ കമ്മീഷനാണ്. നേപ്പാളി പൈസ ഉണ്ടോ? പിന്നെ മാക്സിമം അവിടുന്ന് പൈസ ആക്കാം. പിന്നെ 100 200 രൂപയ്ക്ക് വന്നിട്ട് 300 രൂപയ്ക്ക് 100 നോട്ടായിട്ട് ബാഗിലിടാം. ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ പൈസ എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബസ്. AC ആണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുഷൻ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഗോരഖ്പൂരിൽ നിന്നുണ്ടെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗോരഖ്പൂരിൽ നിന്ന് 150 രൂപ ബസ് ചാർജ് സോനാലിയിലേക്ക്. അത് രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതിനാണെന്നുണ്ടെങ്കിൽ രാത്രി എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബസ്സിന് തന്നെ റെസ്റ്റ് റൂമുണ്ട്. അവിടെ കിടന്നുറങ്ങിയിട്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് നാളെ വെളുപ്പിന് ബോർഡറിലോട്ട് വരാം. അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് ബസ് എടുത്തുകൊണ്ടാവും. 1250 രൂപ നേപ്പാളി പൈസ. ഇന്ത്യ പണിയിട്ട് എനിക്കറിയില്ല. അത് കൺവേർട്ട് ചെയ്ത് നിങ്ങളോട് തന്നെ നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് കാഠ്മണ്ഡുവിൽ എത്തിയിട്ട് ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതെൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആയിരിക്കുള്ളൂ നേപ്പാളിലത്തെ.